അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1379. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഖിബ്ബുൻ വലാ മന്നാനുൻ വലാ ബഖീലുൻ. ഈ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഖിബ്ബുൻ, ചതിയും വഞ്ചനവുമായി ജീവിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ ചതിക്കുക, വഞ്ചിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, ഈ രൂപത്തിൽ വഞ്ചനയുമായി നടക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനമില്ല. അതുപോലെ വല മന്നാനുൻ, കൊടുത്തത് എടുത്തു പറയുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തതോ സഹായിച്ചതോ അതിങ്ങനെ വിളിച്ചു പറയുന്ന സ്വഭാവം, അവർക്ക് സ്വർഗപ്രവേശനമില്ല. അവൻ ചെയ്തതിന് പ്രതിഫലവും ലഭിക്കൂല, അവൻ ചെയ്യുന്ന തെറ്റുമാണ് വിളിച്ചു പറയാന്നുള്ളത്. നാം ആരെങ്കിലും സഹായിച്ചാൽ അത് നമ്മൾ എടുത്തു പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ സഹായിച്ചില്ലേ, എന്നെ കുടുങ്ങിയപ്പോൾ ഞാനല്ലേ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തത് നാം എടുത്തു പറയാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം, നാം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോകണമെന്നാണ്. നാം സഹായിച്ചത് മറന്നു പോകണം. നമ്മൾ ആരെങ്കിലും സഹായിച്ചതിന് അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ, നാം ആരെങ്കിലും സഹായിച്ചതാണെങ്കിലോ അങ്ങനെ എടുത്ത് പറയാൻ പാടില്ല, മറന്നു പോകണം. അതുപോലെ തന്നെ വല മന്നാൻ, മന്നാൻ തന്നെ എടുത്തു പറയാം, കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറയാം. വല ബഖീലുൻ, പിശുക്കൻ, ചെലവഴിക്കേണ്ടോടത്ത് ചെലവഴിക്കാതിരിക്കുക. കുടുംബത്തിലും അയൽവക്കത്തൊക്കെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അവരെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നോക്കാതെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്നത്. അല്ലാഹു തആല നമുക്ക് തന്നൊരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കണം, ചെലവഴിക്കേണ്ടോടത്ത് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവർക്കും സ്വർഗപ്രവേശനമില്ല. ഈ മൂന്ന് വിഭാഗം ആളുകളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താൻ, അവർക്ക് സ്വർഗപ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ദുഖൂലുൽ അവ്വലിയ, ആദ്യമേ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. ഇത്തരം ആളുകൾ ഈമാനോടുകൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ കഴിഞ്ഞിട്ടേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. ഏതൊരു ഈ മുഅ്മിനായ മനുഷ്യനും അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കഴിഞ്ഞ് സ്വർഗപ്രവേശനം ലഭിക്കും. എന്നാൽ ആദ്യമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാന്ന് വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിക്കണമെങ്കിൽ ഇത്തരം സ്വഭാവക്കാർക്ക് അത് കിട്ടൂല. അതുകൊണ്ട് ഈ സ്വഭാവത്തിനൊക്കെ നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവമുള്ളവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ